എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മസിൽ റിലാക്സൻസ് ആണ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് കമന്റ് വന്നൊരു ടോപ്പിക് ആണ്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി മസിൽ റിലാക്സൻസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മസിൽ റിലാക്സൻസ്. മസിൽ റിലാക്സൻസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡീപോളറൈസിങ്ങും ഒന്ന് നോൺ ഡീപോളറൈസിങ്ങും. അതിൽ ഡീപോളറൈസിങ്ങിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, നോൺ ഡീപോളറൈസിംഗ് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഡീപോളറൈസിംഗ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സക്സിനൈൽ കോളൈൻ, നമ്മൾ സൂക്കോൾ എന്ന് പറയും. അതോടൊപ്പം തന്നെ ഡെക്കാമെത്തോണിയം. ഡെക്കാമെത്തോണിയം ഞാൻ ഇതുവരെയും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ ഡെക്കാമെത്തോണിയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നോൺ ഡീപോളറൈസിംഗ് ഡ്രഗ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചറും പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദ ഡ്രഗ്സും വന്നിട്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചറിൽ ഈ നോൺ ഡീപോളറൈസിംഗ് ഡ്രഗ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സും മറ്റൊന്ന് ബെൻസിലൈസോക്യൂനോലൈൻ കോമ്പൗണ്ട്സും. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഫസ്റ്റ് നമുക്ക് സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് പാൻക്രോണിയം, വെക്രോണിയം, റൊക്രോണിയം, പൈപ്പിക്രോണിയം, റാപ്പാക്യുറോണിയം ഡ്രഗ്സ് ആണ്. ഇനി നമുക്ക് ബെൻസിലൈസോക്യൂനോലൈൻ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. BEZIQ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ചില സമയത്ത് എക്സാമിന് വരുമ്പോൾ BEZIQ എന്ന് മാത്രം വരാം, ചിലപ്പോൾ ഡിഫൈൻ BEZIQ എന്ന് മാത്രം വരുമ്പോൾ നമ്മൾ ഇത് എന്താണ് എന്ന് ചിന്തിക്കരുത്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടി ഞാനൊന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബെൻസിലൈസോക്യൂനോലൈൻ കോമ്പൗണ്ട്സ് ഇതിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ D-tubercuate, സെക്കൻഡ് വൺ അട്രാക്യൂറിയം, തേർഡ് വൺ സിസ്-അട്രാക്യൂറിയം, അതോടൊപ്പം ഡോക്സാക്യൂറിയം, മിവാക്യൂറിയം, മെറ്റോക്യൂറൈൻ. ഇത്രയും ഡ്രഗ്സ് ആണ് ബെൻസിലൈസോക്യൂനോലൈൻ കോമ്പൗണ്ട്സിൽ വരുന്നത്. ഇനി നമുക്ക് അതർ ഡ്രഗ്സ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യാത്ത ഡ്രഗ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഗാലമൈനും ആൽക്രോണിയവും ഒണിയം ക്ലോറോ ഫ്യൂമറൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഡ്രഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചറിൽ സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സ് എന്നും ബെൻസിലൈസോക്യൂനോലൈൻ കോമ്പൗണ്ട്സ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഡ്രഗ്സിന്റെ ആക്ഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ലോങ് ആക്ടിങ്, കൂടുതൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വരുന്നത് ഏതൊക്കെ ഡ്രഗ്സിനാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ D-tubercuate, സെക്കൻഡ് വൺ ഗാലമൈൻ, പാൻക്രോണിയം, പൈപ്പിക്രോണിയം, ഡോക്സാക്യൂറിയം. ഇത് നമ്മൾ കേൾക്കാത്ത ഡ്രഗ്സ് ആയതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കും. പക്ഷേ MCQ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഗാലമൈനൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രഗ്സ് ആണ്, കോമൺലി യൂസ് ചെയ്യാത്ത ഡ്രഗ്സ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിട്ടേക്കും. നമ്മൾ അതൊരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സെക്ഷൻസ് വിടാറുണ്ടല്ലോ. കാരണം ഇപ്പോൾ ലോങ് ആക്ടിങ്ങിൽ നമുക്ക് അറിയാത്ത കുറച്ച് ഷോർട്ട് ആക്ടിങ്ങും ഇന്റർമീഡിയറ്റ് ആക്ടിങ്ങും ആയിട്ടുള്ള ഡ്രഗ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും, നമുക്ക് ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കുക തന്നെ വേണം കേട്ടോ. ദെൻ ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇതിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെക്രോണിയം, then റൊക്രോണിയം, then അട്രാക്യൂറിയം, then മെറ്റോക്യൂറൈൻ, then സിസ്-അട്രാക്യൂറിയം. അപ്പൊ ഇതിൽ നമുക്ക് മെറ്റോക്യൂറൈൻ ആണ് കൂടുതലായിട്ട് നമ്മൾ കാണാത്തതായിട്ട് തോന്നുന്നു. ബാക്കിയെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് പറയാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ലോങ് ആക്ടിങ്ങിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗാലമൈനും മെറ്റോക്യൂറൈനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മിവാക്യൂറിയം, ദെൻ റാപ്പാക്യുറോണിയം, ദെൻ ഗാൻറ്റാക്യൂറിയം. അപ്പോൾ ഈ ഗാൻറ്റാക്യൂറിയം ഒക്കെ എനിക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡിപ്ലോമ എക്സാമിൻ്റെ അല്ല, എനിക്ക് PSC ഉണ്ടായിരുന്നു. ആ PSCക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഷോർട്ട് ആക്ടിങ്ങിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് അതിന് തന്ന എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗാലമൈൻ, നമ്മൾ യൂസ് ചെയ്യാത്ത മെറ്റോക്യൂറൈൻ, അങ്ങനത്തെ ഡ്രഗ്സ് തന്നിട്ടാണ് നമുക്ക് ഈ ഷോർട്ട് ആക്ടിങ് ഏതാണ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി, ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ്
ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളിങ്ങനെ വിട്ടുകളയുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയാണ്. ബാക്കി നമുക്ക് ഓരോ ഡ്രഗ്സിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. കാരണം ഇതിൽ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം വീഡിയോസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. പഠിക്കുന്ന കാര്യമാണ്, നമ്മുടെ എന്റർടൈൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ പഠിക്കുന്ന കാര്യമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്, ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം നിങ്ങളൊരു ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടല്ല, ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ബൈ ഹാർട്ട് ആയി, ഒന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഓരോ ഡ്രഗ്സ് ആയിട്ട് നോക്കാം. അട്രാക്യൂറിയ ഏതാണ്, സിസ് അട്രാക്യൂറിയത്തിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻസ്, അങ്ങനെയെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാനും അത് ഹെൽപ്പ് ചെയ്യും, ബോറടിക്കത്തുമില്ല. അപ്പൊ എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനെ പറ്റിയിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കുറച്ചും പഠിക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ബൈ ഹേർട്ട് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ബോറടിക്കത്തുമില്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ദെൻ ലൈക്ക് ചെയ്യുക, ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.